ഞാൻ പറയട്ടെ, ഇനിയിപ്പോ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ ചിത്രക്കറയോട് വൻ വിവാദമായിരിക്കും. അവൾ ആ കൊച്ചിനെ ഇട്ട് കൊടുത്തു അല്ല, എനിക്ക് ഒരു മനസ്സുണ്ട്, എനിക്കൊരു വ്യക്തിയുണ്ട്, ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു വാക്കുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ളൊരു ഒരു ഞാനൊരു വ്യക്തിത്വമാണ്, എനിക്ക് സംസാരിക്കണമെന്നേ. എനിക്ക് എന്തിനാണ് ഞാൻ മനസ്സിൽ ഇതെല്ലാം മൂടി വെച്ചേക്കുന്നത്? എന്തായാലും എനിക്ക് ക്യാൻസർ വന്നു, എനിക്കിനി ട്രീറ്റ്മെന്റ് ചെയ്യണം, എനിക്ക് സംസാരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഇനിയും കമൻസ് കാണണം, അതാണ് കാണേണ്ടത്. അവൾ ആ കൊച്ചിനെ ഇട്ട് കൊടുത്ത് അവർക്ക് മാത്രം എല്ലാം പറയാം. എൻ്റെ വീട്ടുകാരെ ഇട്ട് കൊടുത്തില്ലേ, എന്നെ ഇട്ട് തന്നില്ലേ വെറുതെ സോഷ്യൽ മീഡിയയിൽ? അപ്പൊ എനിക്കെന്താ സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? ചേച്ചിയോടുള്ള ആ ഒരു ദേഷ്യം ഋതപ്പനോട് കാണിക്കുന്നുണ്ടോ? അല്ല അവരും കോണ്ടാക്ട് ഉണ്ടോ? എനിക്കറിയില്ല, ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഫോൺ ഇവിടെ എല്ലാവർക്കും പപ്പായിക്കൊണ്ട് ഫോൺ, ഇന്ന് ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ലല്ലോ. ഈ കൊച്ചിനെ വിളിക്കത്തില്ല. ആ കൊച്ചിന് സങ്കടം ഉണ്ടാവും, എനിക്കറിയില്ല. ചോദിക്കാറുണ്ടോ ചേട്ടനെ പറ്റി? ഒന്നും എന്നെ വിഷമിപ്പിക്കുന്ന എനിക്കറിയില്ല. അവനൊന്നും എന്നോട് സംസാരിക്കാറില്ല. അവന് ചേച്ചിയുടെ മക്കളുമായിട്ടാണ് ഇപ്പം വളരുന്നത്. അവൻ സന്തോഷമായിട്ട് ഇവിടെ വളരുന്നു. അവന് ഒരു കുറവില്ലാതെ വളർത്തണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചപ്പോഴാണ് ക്യാൻസർ വന്നതും ഞാൻ കിടപ്പായതും. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇത്രയും നാൾ ഓടി നടന്നിട്ട് ഇനി ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ. ഞാൻ തന്നെ മനസ്സിൽ ഇനി കുറച്ച് കീമോ കഴിയണം, സർജറി ചെയ്യണം, എനിക്ക് എഴുന്നേറ്റ് നടക്കണം, എനിക്ക് പഴയ പോലെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കരീഷ്മ എഴുന്നേറ്റ് നടക്കണം, മുന്നോട്ട് പോകണം. മോന് ചേച്ചിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ, കുഞ്ഞുമോനാണ്, തിരിച്ചറിയാറായിട്ടില്ല, പക്ഷെ പെട്ടെന്ന് മുടിയൊക്കെ അങ്ങ് പോകുമ്പോൾ അവന് വിഷമമാണ്, ഭയങ്കര വിഷമമാണ്. അതിനാണ് ഞാൻ വിഗ് മേടിച്ചത് തന്നെ. ആൾക്ക് ഭയങ്കര വിഷമം. എനിക്കൊരു വിഗ് തന്നതാണ്, കോട്ടയത്തുള്ളൊരു ഹെഡ്സ് എന്ന് പറയുന്നവർ തന്നതാണിത്. കാരണം കുഞ്ഞിൻ്റെ ആ വിഷമം കണ്ടിട്ട് അവരെനിക്ക് വെച്ച് തന്നതാണ്. എന്നോട് എപ്പോഴും പറയാം, അമ്മ മുടി വരുമോ, മുടി വരും, അമ്മയുടെ ക്യാൻസർ എപ്പോഴാണ് അമ്മ മാറുന്നത്, അതൊക്കെ ആൾക്കാർ പറഞ്ഞറിയാം. പിന്നെ അമ്മയുടെ ക്യാൻസർ ഇനി എന്നാ മാറുന്ന അമ്മ? ഞാൻ പറഞ്ഞു, മോനെ മാറും, സർജറി ഉണ്ട്. അപ്പം എന്നും വന്ന് പ്രാർത്ഥിക്കും, വന്നു അമ്മയുടെ സർജറി മാറി, സർജറി ചെയ്തിട്ട് അമ്മ പഴയത് ആകണേ, പഴയ അമ്മ ആവണേ, പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ ഇത്രയും പറഞ്ഞത് അത്രയും സ്നേഹിച്ചൊരു മനസ്സെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇന്ന് പറയേണ്ടി വന്നത്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ഇൻ്റർവ്യൂവിലും എൻ്റെ ഒരു ചാനലും പറയാത്ത കാര്യങ്ങളാണ് ഞാൻ ഇത്രയും മനസ്സിൽ കൊണ്ട് പറഞ്ഞത്. ഈ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കും ഒരുപാട് പൈസ ചെലവാകും. ഒരുപാടുണ്ട്. കാരണം ഇതിനകത്ത് വന്നു, ഞങ്ങൾക്കൊക്കെ ക്യാൻസർ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു ക്യാൻസർ പേഷ്യൻറ്റും പറയത്തില്ല. പല വ്ളോഗിലും വന്ന വോയിസ് ആണ്, ഞങ്ങൾക്കൊന്നും ഇത്രയും പൈസ ഇല്ല. എനിക്ക് HER2 പോസിറ്റീവാണ്, അതായത് പെട്ടെന്ന് വ്യാപിക്കുന്ന ക്യാൻസറാണ്. അതിന് ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന്, ഈ കീമോ മരുന്നിൻ്റെ കൂടെ കുത്തിവെച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ലക്ഷം രൂപയുടെ മരുന്ന് ഇതിലേക്കൂടെ കയറുന്നത്. ഈ തുടയിൽ കയറ്റിയിട്ട്, തുടയിലാണ് കുത്തുന്നത് ആൻറ്റിബോഡി. 2.5 ലക്ഷം രൂപയുടെ എല്ലാ കീമോയ്ക്കും ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന് ഇവിടെ കുത്തിവെക്കും. ആ കുത്തിവെക്കുമ്പോൾ ഡോക്ടേഴ്സാണ് കൂടെ നിൽക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ ഇത്ര മിനിറ്റ് സെക്കൻഡിനകമാണ് ഇത് പതുക്കെ കയറത്തുള്ളൂ. കാരണം അത് കയറിക്കഴിഞ്ഞാൽ, അത് കയറുമ്പോൾ നമുക്ക് ഹാർട്ടിനും ഇതിനുമൊക്കെ പ്രോബ്ലം വന്നേക്കാം. അതുകൊണ്ട് അത്ര ഞാൻ മരണത്തിനും ഈ സംസാരിക്കുന്ന ഈ രേണുസുതി ട്രീറ്റ്മെന്റ് സമയത്ത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് നൂൽപ്പാലത്തിൽ കൂടെ തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പൊ ആളുകൾ അവിടെ നിന്ന് കുറ്റം പറയും. ഇത്ര ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത് തിരിച്ച്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം വന്നതെന്ന് വെച്ചാൽ, ഞാൻ പ്രതീക്ഷിച്ച ആരും എന്നെ ഒരു നോക്ക് കാണാൻ വന്നില്ല. ഞാൻ പ്രതീക്ഷിക്കാത്തവരാണ് എന്നെ കാണാൻ വന്നത്. അനുമോള് വന്ന്, ആദില-നൂറ. എനിക്ക് സങ്കടമുണ്ട് വരാത്തതിൽ ആൾക്കാർ. എനിക്കൊന്നും തരണ്ട. എനിക്ക് ബിന്നി വന്നത് ഭയങ്കര സന്തോഷമായി. എനിക്ക് എല്ലാവരും വന്ന സന്തോഷം. പക്ഷെ എടുത്ത് പറയാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഡോക്ടർ ബിന്നി വരുമെന്നൊന്നും. ആളുടെ ഹസ്ബൻഡും വന്നു. നമുക്ക് തരുന്നതിൻ്റെയോ അല്ലെ തരാത്തതിൻ്റെയോ അല്ല ഞാൻ പറയുന്നത്. വന്ന് കണ്ട്, രേണു ഞങ്ങളുണ്ട് കേട്ടോ, ചേച്ചി ഞങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ധൈര്യമില്ലേ, ആ ഒരു മനക്കരുത്തില്ല, അത് മരുന്നിനേക്കാളും ഫലപ്രദമാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്കും കേൾക്കേണ്ട വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ ലക്ഷ്മി നക്ഷത്രയായിരുന്നു നേരത്തെ, ഇപ്പൊ അവര് വിളിക്കാറുണ്ടോ, കാണാറുണ്ടോ? ലക്ഷ്മി നക്ഷത്രയെ സംബന്ധിച്ച് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പണ്ട് പറയായിരുന്നു, ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടേ ഉള്ളൂ, ലക്ഷ്മി നക്ഷത്രം എനിക്ക് എല്ലാ മാസത്തിലും ലക്ഷ്മി നക്ഷത്രം എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞു, 1 വർഷത്തോളം എൻ്റെ ഫാമിലിയെ മുടക്കാതെ എൻ്റെ ഒരു അക്കൗണ്ടിലോട്ട് ഒരു തുക എനിക്ക് തന്നിട്ടുള്ളതാണ് ലക്ഷ്മി നക്ഷത്രം. അന്ന് അസുഖമില്ല എനിക്ക്. സുധിച്ചേട്ടൻ്റെ മരണശേഷം 1 വർഷത്തോളം ലക്ഷ്മി നക്ഷത്രം തന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ഒറ്റ തവണ എന്നെ വിളിച്ചായിരുന്നു. ഒരു തവണ വിളിച്ച് ഞാനന്ന് ഹോസ്പിറ്റലായിരുന്നു. അല്ലാതെ പിന്നെ ആരും വിളിക്കാറില്ല.
ഞാൻ ഇപ്പോഴും പറയാം, പല സംഘടനകളും ഒക്കെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും അയ്യോ ആ സമയത്ത് സഹായം ചെയ്യാന്നൊക്കെ പറഞ്ഞവർ പോലും പിന്നെ എന്താന്ന് പോലും തിരക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഞാൻ എൻ്റെ ആ അവസ്ഥ, ഓരോ മനുഷ്യരുടെ ഓരോ അവസ്ഥ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ എൻ്റെ രക്തവും മാംസവും ഉണ്ടായിരുന്ന സമയത്ത് ഊറ്റിക്കുടിച്ചവർ പോലും എന്നെ ഒരു വിളിച്ചോ എന്നെ ഒരു നോക്ക് കാണാനോ, പച്ചയ്ക്ക് പറയാം, ഞാൻ രക്തവും മാംസവും ഊറ്റിക്കുടിച്ച ഒരു മനുഷ്യൻ പോലും എല്ലാവരെയും ഇല്ല എന്നെ ഒന്നും വിളിച്ച് തിരക്കാത്താണ് ക്യാൻസർ. അതാണ് ആ ക്യാൻസർ. ഞാനിപ്പോൾ ആലോചിക്കും, ഇതാണ് ക്യാൻസറിൻ്റെ ചുരുക്കം. ക്യാൻസർ എന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ആയ കാലത്ത് എൻ്റെ രക്തവും മാംസവും ഊറ്റിക്കുടിച്ചവർ പോലും വന്നിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്തവർ വന്നു. ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നില്ല, എന്നെ സ്നേഹിച്ചവർ വന്നു. അതാണ് ക്യാൻസർ. ഇത്ര ഭീകരതയാണ് ക്യാൻസർ. ഇതുപോലെ തന്നെ വളരെ ഫേമസ്, കേരളത്തെ കിടുകിട വിറപ്പിച്ചെന്നല്ല ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഞാൻ ആരാന്നും പറയത്തില്ല, സെലിബ്രിറ്റി, ഒരു കേരളത്തെ പിടിച്ച് കുലിക്കുകയായിരുന്നു ഒരു കാലത്ത്. അവരെന്നെ വിളിച്ച്, ഞാൻ സംസാരിച്ചു. അവർക്കും ഇങ്ങനൊരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമെന്തോ. അവരെന്നോട് പറഞ്ഞ് നമ്മളുള്ള സമയത്ത് നമുക്ക് സൗന്ദര്യവും നമുക്ക് എല്ലാം ഉള്ള സമയത്ത് എല്ലാവരും കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു സത്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആരൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട്? അന്ന് നമ്മളെ ഞാനിപ്പം പറഞ്ഞ ആ വാക്ക്, ഇതിന് പകരം ഒരു വാക്കില്ല. എന്ത് വേണം നിങ്ങൾ പൂരിപ്പിച്ചോ? രക്തവും മാംസവും ഉള്ള ഊറ്റി കുടിച്ചവരില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അവരാരും ഇല്ല. എനിക്ക് അല്ലാത്തവരാണ് എന്നെ കാണാൻ വന്നത്, അല്ലാത്തവരാണ് എന്നെ സഹായിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ട്രീറ്റ്മെന്റിന്റെ ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് എന്തായാലും ആകും. ആ എമൗണ്ടിന്റെ സോഴ്സ് വരെ അന്വേഷിക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഹോസ്പിറ്റലിൽ വരെ പോയി. ഞാൻ ഈ ആന്റിബോഡി മേടിക്കുന്ന മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച്. അത് എങ്ങനെയും ആ ക്യാൻസർ വന്ന ആ കൊച്ച് ആരോട് തെണ്ടുന്നില്ല. അതെങ്ങനെയും ചികിത്സിക്കുവോ, മരിക്കുവോ, ജീവിക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഇവനോട് ചെന്ന് തെണ്ടുന്നുണ്ടോ? ഇവനോടൊക്കെ ബ്ലോഗർമാരോട്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചോ, എൻ്റെ വളർത്തുമകനോട് ഞാൻ ചോദിച്ചോ, ഈ ബ്ലോഗർമാർ എന്നെ വിറ്റ് കാശുണ്ടാക്കിയവരുണ്ടല്ലോ അവരോട് ഞാൻ ചോദിച്ചോ, ഒരു നേരത്തെ തെണ്ടി ഞാൻ ചോദിച്ചോ? ഇന്നും ഈ 3-4-5 മാസമായി ക്യാൻസറായിട്ട് കിടക്കുന്നു. എൻ്റെ വീട് എങ്ങനെ കഴിയുന്നെന്ന് ഇവർ ഈ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവരും എന്നെ വെച്ച് ബിസിനസ് ചെയ്യുന്നവരും അന്വേഷിച്ചോ? ആരും അന്വേഷിക്കുന്നില്ലല്ലോ. അതെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്. ആരോടും തെണ്ടാനും പോകുന്നില്ല. പിന്നെ എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? ആ മെഡിക്കൽ കോളേജ് എനിക്ക് എന്നെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ വരെ കംപ്ലൈൻറ്റ് പോയേക്കുന്നു, ഞാൻ റീല് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്തായിരുന്നു? അവിടെ തന്നെയാണ്. ഒന്ന് സാമ്പത്തികം, 2 വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സും. എൻ്റെ വിശ്വാസം, ഞാൻ അവരെ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ പേര് പറയുന്നില്ല, അവരാണ് എൻ്റെ ഗോഡ്. ഇന്നും എന്നും അവരെ ഞാൻ ദൈവമായിട്ട് കാണുന്നു. അവര് എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കുന്ന ട്രീറ്റ്മെന്റ്, അവരെ ഞാൻ ദൈവമായിട്ട് കാണുന്നു. പിന്നെ സാമ്പത്തികം എന്ന് പറഞ്ഞാലും മെഡിക്കൽ സാമ്പത്തിക തുകയുണ്ട്, തുക വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ചൂസ് ചെയ്താൽ പോരെ? പ്രൈവറ്റ് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടത്തില്ല. ഇതെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും പിടിച്ചാൽ നമുക്ക് കിട്ടും. പ്രൈവറ്റ് പറ്റൂല, അതിനുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയാണോ ഞാൻ ചുമ്മാ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു സംഭവം, രേണുസുതി ഇത്ര കോടി ഉണ്ടാക്കി, അത് തങ്കച്ചനും രേണുവും കൂടെ തിന്നു തീർത്ത്. എനിക്കറിയില്ല എത്ര. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആ തെറി കേട്ടിട്ടാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് ഞാൻ മരുന്ന് മേടിക്കുന്നത്. അതേതാണ്ട് ഏകദേശം തീരാറായി. സേവിങ്സ് ഉണ്ടായിരുന്നോ നേരത്തെ? അധികം ഒന്നുമില്ല, ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോഴാണ് വന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. സേവിങ്സ് ഒന്നും ആയിട്ടില്ലായിരുന്നു.